കർത്താവിൽ പ്രിയ ദൈവജനമേ, നാം ഇന്നലെ ലുദിയയുടെ വിഷയത്തെപ്പറ്റി ആലോചിപ്പാൻ ഇടയായി തീർന്നുവല്ലോ. അപ്പോൾ ആ പ്രസക്തമായ ഭാഗം തീർന്നതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് വീണ്ടും ആ വിഷയത്തെപ്പറ്റി ഒരുപാട് ആലോചിക്കാനായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചിന്തിക്കാം ആ വാക്യവും അതിനോടനുബന്ധിച്ചുള്ള വാക്യവും തന്നെ. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തല പ്രവൃത്തി 16:14. ഇന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോസ്തല പ്രവൃത്തി 16:15. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഇന്നലെ ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറക്കുന്ന പ്രോസസ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. പൗലോസ് ശുശ്രൂഷിച്ച ദൈവവചനം ലുദിയയുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുവാനും അവരിൽ ഒരു വലിയൊരു പ്രക്രിയ നടക്കുന്നതായിട്ടും ഒക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് അതിനുശേഷം നമുക്ക് വായിക്കാനായിട്ട് കഴിഞ്ഞല്ലോ, അവർ സ്നാനമേറ്റു. തീർച്ചയായിട്ടും സ്നാനം എന്ന് പറയുമ്പോൾ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, കാരണം അതിലേക്ക് നമ്മൾ തീർച്ചയായും ഇനിയും വരുന്ന ദിവസങ്ങളിൽ കടക്കും. എന്താണ് സ്നാനം, എന്തിനാണ് സ്നാനം, ഇതിനെപ്പറ്റിയൊക്കെയും നമുക്ക് ചിന്തിക്കണം. കാരണം ലോകം ഒരു അസമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ബുദ്ധിയുള്ളവർ, അതായത് മഴക്കോൾ വരുമ്പോൾ നാം മനസ്സിലാക്കണം മഴ വരുന്നുണ്ടെന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മഴയെ നമുക്ക് തടഞ്ഞു നിർത്തുവാൻ സാധിക്കുമോ? ഇല്ല. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവണം. കുട എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. എന്ന് പറഞ്ഞതുപോലെ ലോകത്തിൽ ഇപ്പോൾ ഒരു അസമാധാനത്തിന്റെ അവസ്ഥയിൽ കൂടെ പോകുന്നു. കർത്താവിന്റെ വരവ് എന്ന് വരുമെന്ന് നമുക്കറിയില്ല. അതാരെങ്കിലും പറഞ്ഞാലും അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ കർത്താവിന്റെ വരവ്, അതിന്റെ ഈറ്റുനോവ് വചനത്തിൽ അതാണല്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള വിഷയങ്ങൾ, ഇസ്രായേലും ഇറാനുമായിട്ടുള്ള വിഷയങ്ങൾ, റഷ്യ ഉക്രൈൻ കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ടുള്ള യുദ്ധങ്ങൾ, അതുപോലെ തന്നെ കൊറിയൻ പ്രദേശത്ത് കിങ് ജോങ് എന്ന് പറഞ്ഞ പ്രസിഡന്റ് ലോകം മുഴുവൻ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തുകൊണ്ടിറങ്ങുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ, മാൽദീവ്സിന്റെ, ചൈനയുടെ, പാകിസ്ഥാന്റെ ശത്രുത്വം, അങ്ങനെ അനവധി പ്രശ്നങ്ങളിൽ കൂടാണ് നാം കടന്നു പോകുന്നത്. അപ്പം അതൊക്കെ അവിടെ ഒരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് ലുദിയ എന്ന ദൈവവിശ്വാസിയായ ആ സഹോദരിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് അവര് വളരെ ദൈവഭക്തിയും ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവളുമായ ഒരു സഹോദരിയായിരുന്നു. കാരണം നമുക്കൊരിക്കലും ലുദിയ വിശ്വാസിയായിരുന്നു, അവരുടെ ഹൃദയം തുറന്നില്ല, കണ്ടോ ദൈവം അന്നേരം ആണ് തുറന്നത് എന്നൊന്നും പറഞ്ഞ് നമുക്ക് അവരെ ഒരിക്കലും പിന്നോട്ട് വിടാൻ പറ്റത്തില്ല. കാരണം അവര് 14-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരൊരു ബിസിനസ് ലേഡിയായിരുന്നു. അവരൊരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. രക്താംബരം ബിസിനസ് ചെയ്യുന്ന യൂറോപ്പിലുള്ള ഒരു സഹോദരിയായിരുന്നു ലുദിയ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ആ കാലഘട്ടത്തിൽ യൂറോപ്പ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെ രക്താംബരം പോലത്തെ അതൊക്കെ അവരുടെ ഒരു റോയാലിറ്റിയെ പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു ഭാഗമാണ് രക്താംബരം. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. കാരണം അത് അത്ര ഈസി അല്ല. കാരണം റോയൽ ഫാമിലീസിന് മാത്രം മേടിക്കാൻ ശേഷിയുള്ള ഒരു സംഭവമാണ്. അപ്പം രക്തനിറത്തിലുള്ള അമ്പരം കച്ചവടം ചെയ്യുന്ന ആ പ്രിയ സഹോദരി, അവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ആ സഹോദരി അവര് കർത്താവിന് സബ്മിറ്റ് ചെയ്തു, കർത്താവിന് വിധേയപ്പെട്ടു. ഇന്ന് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന് വിധേയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ആർക്കാണ് ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ജനസമൂഹം തന്നെ വിധേയപ്പെടുന്നത്? ബിഷപ്പുമാർക്കും അവരുടെ ഒരുക്കി വെച്ചിരിക്കുന്ന അവരുടേതായിട്ടുള്ള കുറച്ച് സിലബസ് പോലെ അവരുടെ സഭകൾ ഒരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് പെന്റക്കോസ്റ്റൽ ആൻഡ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ്. അങ്ങനല്ല തീർച്ചയായിട്ടും വേണ്ടത്. കർത്താവ് നമ്മളെപ്പറ്റി എന്താഗ്രഹിക്കുന്നു ആ തലത്തിലേക്ക് നാം വളരാനായിട്ട് തയ്യാറാവണം. പ്രിയ ലുദിയ എന്ന സഹോദരി അവർ സബ്മിറ്റ് ചെയ്തു. അവർക്ക് ബലഹീന വശങ്ങൾ കാണുമായിരിക്കും, നമുക്കറിയത്തില്ല എന്താണ് അവരുടെ ബലഹീന വശം. പക്ഷെ അവർ സബ്മിറ്റ് ചെയ്തു. അവർ പൗലോസിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് അവർ സ്വമേധയാ അവരവിടെ ഇരുന്നു. ആ സമയത്ത് ദൈവത്തിന് അവരോട് പ്രിയം തോന്നി, അവരുടെ ഹൃദയത്തെ തുറന്നു. അതൊരു ചെറിയ സംഭവമല്ല. നമ്മളെല്ലാം വലിയ കാര്യത്തെ പറഞ്ഞിട്ടിരിക്കും, അവരുടെ ഹൃദയം അടഞ്ഞിരിക്കുമായിരുന്നു, ദൈവം തുറന്നു, ആസ് ഇഫ് നമ്മുടെ എല്ലാം തുറന്നിരിക്കുവാന്നതുപോലെ. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അവർ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു. അങ്ങനെ വേണം, ആ കോണ്ടെക്സ്റ്റ് വേണം നമ്മൾ കാണാനായിട്ട്. 16:15 അവർ പറയുന്നു, അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം. അപ്പോൾ സത്യവചനം മനസ്സിലാക്കുമ്പോൾ അടുത്ത പ്രോസസ്സാണ് സ്നാനം. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വരാം. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് അപേക്ഷിച്ചു. അതിഥിദേയത്വം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലൊക്കെ പറയുമല്ലോ, അതിഥി ദേവോ ഭവ. അത് ദേവന് തുല്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ പ്രിയ സഹോദരി ദൂരത്തു നിന്ന് വന്ന പൗലോസ്,
അടുത്തൊന്നും വന്നതല്ല, ദൂരത്തുനിന്ന് വന്ന പൗലോസിന്റെ കൂടെ തൻ്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും തൻ്റെ ഭവനത്തിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുവാണ് വളരെ സന്തോഷത്തോടു കൂടി. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് മുട്ടുവീൻ തുറക്കപ്പെടും എന്ന് പറയുന്നത് പോലെ കർത്താവിൽ വിശ്വസിച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായ കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ കർത്താവ് ഉള്ളിൽ പ്രവേശിക്കും. എനിക്ക് പെട്ടെന്ന് ആ ഒരു കോണ്ടാക്സ്റ്റാണ് ശരിക്കും ഓർമ്മ വന്നത്. ഇത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ അവരുടെ പൗലോസിന്റെ എന്താ പറയുക, പ്രസംഗം കേട്ടതിന് ശേഷം ആ ദൈവ സ്നേഹത്തിൽ അവർ പൗലോസിനെ തൻ്റെ കൂടെ വന്ന ആ എന്താ പറയുക സഹോദരങ്ങളെ എല്ലാം തൻ്റെ വീട്ടിലേക്ക് അവരെ ശ്രേഷ്ഠരെന്ന് എണ്ണി അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കണം. നമ്മളും ഇങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം കർത്താവിൽ നമ്മൾ വിശ്വസിച്ച് കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ടത് ഒരു വലിയ പ്രധാനമായിട്ടുള്ള വിഷയമാണ്. അതായത് ഞാൻ പറഞ്ഞത് എന്നാ പറയുന്നത്, നമ്മൾ ഇൻവിസിബിളായിട്ടുള്ളൊരു വിഷയമാണ് സംസാരിച്ചത്. എന്നാൽ വിസിബിളായിട്ട് ഫിസിക്കലി അതിഥി പ്രിയം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അത് നല്ല അതിഥികൾ, ദൈവത്തിന് പ്രിയപ്പെട്ടവർ, ദൈവത്തിന് വിലപ്പെട്ടവർ, ദൈവ വേലക്കാർ, അവരെയൊക്കെയും. എന്നാൽ ദൈവ വേലക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഒരുപാട് എന്താ പറയുന്നത് കൾട്ടുണ്ട്. അതിനെപ്പറ്റി മനസ്സിലാക്കണം. അത് നമുക്കൊരിക്കലും അങ്ങനെ ആ ഗണത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച പ്രധാന 2 വിഷയം, അവർ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്നാനമെടുക്കാനുള്ള ഒരു തീരുമാനം, അതുപോലെ തന്നെ അവര് വിധേയപ്പെട്ടത് എങ്ങനെയാണ്, ദൈവസന്നിധിയിൽ എങ്ങനെ വിധേയപ്പെട്ടു, ദൈവത്തിന് കീഴ്പ്പെട്ടു എന്നുള്ളത്. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ പ്രിയ ദൈവദാസനെ പൗലോസിനെയും തൻ്റെ സുഹൃത്തുക്കളെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ആ ദൈവസ്നേഹത്തിൽ. അപ്പോൾ ഈ വചനങ്ങളാൽ, ഈ വാക്കുകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ഇതിൻ്റെ തുടർമാനമായിട്ടുള്ള ചിന്തകൾ, വാക്യങ്ങളെടുത്ത് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.